Good evening, everyone. On behalf of the Diocese of Southwest America, I welcome you all to the sixth day of our Shunoyo prayer series. Today, Cindy George, our regional secretary from Florida region, would lead us into today's prayers. Good evening, everybody. Welcome to the meeting. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ശങ്കരത്തിൽ അച്ഛൻ അമ്മാച്ചൻ പ്രാർത്ഥിച്ച് മറ്റേ മീറ്റിംഗ് നമുക്ക് ആരംഭിക്കാം. പിതാവും പുത്രനും പരിശുദ്ധനുമായ സത്യത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ എണ്ണയും മനോഗുണവും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ബഹുമാനിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യും. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയ്ക്കുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ പേരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. പാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷകൊള്ളണമേ. എന്തുണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള എന്നമർത്ഥം അറിയാമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ സമയത്ത് ദൈവം തമ്പുരാനോട് ഞാൻ അപേക്ഷ കൊള്ളണമേ. ആമീൻ. ബറഖുമോർ ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്നെ പെറ്റ അമ്മയുടെ പ്രാർത്ഥനകൾ മുഖാന്തരം കരുണയോട് ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ അപേക്ഷകൾ കൈക്കൊള്ളണമേ. കർത്താവേ, നിന്റെ മാതാവിന്റെ പ്രാർത്ഥന മൂലം നിന്റെ കരുണയാൽ രോഗികൾക്ക് സൗഖ്യം നൽകണമേ. ഞെരുങ്ങി വലഞ്ഞിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. ജീവനുള്ളവർക്ക് പ്രത്യാശയും വാങ്ങിപ്പോയവർക്ക് നിത്യശാന്തിയും നൽകണമേ. കർത്താവേ, നിന്റെ മാതാവിന്റെ പ്രാർത്ഥന മൂലം ഈ അശുദ്ധരായ ഞങ്ങൾ നിർമ്മലരും കറ പിടിച്ചവരായി ഞങ്ങൾ വിശുദ്ധരുമായി തീരണമേ. നിന്റെ മാതാവിന്റെ പ്രാർത്ഥന മൂലം കർത്താവേ, ഞങ്ങൾക്ക് ഭാഗ്യമുള്ള മരണത്തിന് യോഗ്യത ഉണ്ടാകുമാറാകണമേ. ആമീൻ. അടുത്തത് ബൈബിൾ റീഡിംഗ് ബൈ ബീന അലക്സ്. Hosea chapter 14, verses 1 through 9. ബാർക്കിമോർ, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട്, സകല അകൃത്യത്തെയും ക്ഷമിച്ചു ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അതരാർപ്പണമായ കാളുകളെ അർപ്പിക്കും. അശൂർ ഞങ്ങളെ രക്ഷിക്കുകയില്ല. ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടുകയോ ഇനി ഞങ്ങളുടെ കൈവേലയോട് ഞങ്ങളുടെ ദൈവമേ എന്ന് പറയുകയോ ചെയ്യുകയില്ല. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറയുവേൻ. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞുപോലെ ഇരിക്കും. അവൻ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരുന്നു. അവന്റെ കൊമ്പുകൾ പടരും. അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിൻ ഭംഗി പോലെയും അവന്റെ വാസന ലെബനോന്റേത് പോലെയും ഇരിക്കും. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബനോനിലെ വീഞ്ഞിൻ്റേത് പോലെ ഇരിക്കും. എഫ്രയീമേ, ഇനി എനിക്കും വിഗ്രഹങ്ങൾക്കും തമ്മിൽ എന്ത്? ഞാൻ അവൻ ഉത്തരമരളി അവനെ കടാക്ഷിക്കും. ഞാൻ തഴച്ചിരിക്കുന്ന സരള വൃക്ഷം പോലെയാകുന്നു.
എങ്കിൽ നിനക്ക് ഫലം കണ്ടുകിട്ടും. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇതറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും. ദൈവമേ, എനിക്ക് യോഗ്യമാവുന്നു, ബാറിക്കുമോ. Song by Jancy Denny. സർവേശ്വര വചനം നരനായി തീരാൻ റുക്കുദിശ ഭൂവിൽ തിരഞ്ഞെടുത്ത ധന്യേ കന്യകമറിയാമേ ചിന്മയോട് ജനനീ നന്മ നിറഞ്ഞോളെ അൻപോടും പ്രാർത്ഥിക്കാം അമ്മേ ഭാഗ്യവതി അമ്മേ ഭാഗ്യവതി ധരണതലേ ഉടയോർഗതമ അത്ഭുത ഗോവണിയ വേദേലിൽ യാക്കോബിന്ദ്ര ശാന്തം മുൻകണ്ടു നരകുല ദൈവസുതൻ വെളിവാർ മഹിതം ഭാജനമേ അമ്മേ ഭാഗ്യവതി അമ്മേ ഭാഗ്യവതി സീനായ് മാമലയിൽ എരിതി ജ്വാലയിലെരിയാത്ത മുൾമരമായി നിന്നെ മോശ നിബി മുൻകുറി കണ്ടു കന്യാപുരപുത്രേ കഴിവന്റെ ദൈവ സുരനുടെ പെറ്റമ്മേ അമ്മേ ഭാഗ്യവതി അമ്മേ ഭാഗ്യവതി ആദാമിനെ മണ്ണാൽ മെനഞ്ഞോരുടയോനേ തന്റെ ഉദരേ കൊണ്ടവളെ മോദാൽ പരിപാലിച്ചോളെ ജീവതനുടയോര് സ്തന്യമതിയോളെ പാവന കന്യകയെ അമ്മേ ഭാഗ്യവതി അമ്മേ ഭാഗ്യവതി. താങ്ക് യു ജൻസി. അതുപോലെ തന്നെ ബൈബിൾ റീഡ് ചെയ്ത ബീനായ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തത് മെസ്സേജാണ്. സാലി കൊച്ചമ്മയാണ് ഇന്നത്തെ മെസ്സേജിന് തയ്യാറായിട്ടുള്ളത്. മത്തമറി സമാജത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ്. എല്ലാ മീറ്റിങ്ങിലും നമുക്ക് സാലി കൊച്ചമ്മയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രെയർ ലൈനിലും കൊച്ചമ്മയുടെ സാന്നിധ്യം സജീവമാണ്. എത്രയും സ്നേഹത്തോടെ സാലി കൊച്ചമ്മയെ ഇന്നത്തെ മെസ്സേജിന് വേണ്ടി ക്ഷണിക്കുന്നു. കേൾക്കുന്നില്ല. സാലി കൊച്ചമ്മ കൊച്ചമ്മയുടെ ഫോൺ മ്യൂട്ടഡാ. കൊച്ചമ്മ മ്യൂട്ടഡാ. കൊച്ചമ്മ ഡിവോഷണൽ മെസ്സേജിന്റെ ടൈമാ. We are waiting for your message. Okay. Looks like her phone is not working. കൊച്ചമ്മ ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ നോക്കുന്നോ?
കേൾക്കുന്നില്ല കൊച്ചമ്മ. കേൾക്കുന്നില്ല കൊച്ചമ്മേ. വീണ്ടും കണക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നോക്ക്. I think there is some technical difficulty. She's trying to connect back. Can someone start a song in the meantime? നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻമക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാ സ്നേഹനാഥേ നിത്യസഹായനാഥേ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ നിൻമക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കാ സ്നേഹനാഥേ നീറുന്ന മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു കൊച്ചുമേട്. ഹലോ ശബ്ദം കേൾക്കുന്നുണ്ട് കൊച്ചുമേട്. ഹലോ കേൾക്കാമല്ലോ. പറഞ്ഞോ കൊച്ചമ്മേ. റൂമിലെ മൈക്രോഫോൺ വർക്ക് ചെയ്തില്ലായിരുന്നു. സോറി, ഐ എം റിയലി സോറി. ഫോണിലാണ്. പ്രിയേക ദൈവത്തിന് സ്തുതി. അമ്മേ അമ്മേ എന്നു വിളിച്ചു നിൻ സവിധത്തിൽ ഓടിക്കൂടും ഈ ഏഴകളെ തള്ളിടല്ലേ. ശൂന്യമായ നോമ്പിന്റെ ഈ പ്രാർത്ഥനാ വലയത്തിലായിരിക്കുന്ന പ്രിയ ചെമ്മാച്ചനുൾപ്പെടെ സ്നേഹിക്കുന്ന ദൈവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന്റെ ജീവനുള്ള പുത്രനെ പ്രസവിച്ച ഭാഗ്യം നിറഞ്ഞ മറിയാമിന്റെ വാങ്ങിപ്പിന്റെയും സ്വർഗാരോഹത്തിന്റെയും ഓർമ്മയെ അനുസ്മരിപ്പിക്കുന്ന ഈ സമയത്ത് അമ്മയുടെ സൽഗുണങ്ങളെ ധ്യാനിപ്പാനും പ്രാർത്ഥിപ്പാനുമായി ലഭ്യമായിരിക്കുന്ന ഈ ധന്യ നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ള മക്കളെ, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ വിശുദ്ധിയോട് നോമ്പനുഷ്ഠിക്കണമെന്ന് പരിശുദ്ധ സഭ നിർദ്ദേശിക്കുന്നു. ആയതിനാൽ യാതൊരു വിട്ടുവീഴ്ചയും കൂടാതെ നോമ്പാചരിക്കാം. ഈ ദിനങ്ങളിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കണം. നാം മാത്രമല്ല, കുടുംബത്തിലുള്ളവരെ കൂടി നോമ്പാചരണത്തിനായി ഉത്സാഹിപ്പിക്കണം. ഉപേക്ഷ വിചാരിക്കരുതേ. ഈ നോമ്പ് എന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒന്നല്ല. ആദമിന് ലഭ്യമായ ആദ്യ കൽപ്പനയാണത്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു: യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. അരുത്, യു ഷാൽ നോട്ട് ഈറ്റ്. തിന്നരുത്. പക്ഷേ ആദം കൽപ്പന ലംഘിച്ചു. ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാമല്ലോ.
പരിശുദ്ധ സഭയും നമ്മളോട് കൽപ്പിക്കുന്നു, വിശുദ്ധ നൊയമ്പിൽ വിലക്കപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കരുത്, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ശാരീരിക ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, വിശുദ്ധിയിൽ നിലനിൽക്കണം എന്നൊക്കെ. പക്ഷേ നാം ആദം എന്ന പോലെ നിയമത്തെ ലംഘിക്കുന്നവരാണോ? സ്വയം ചോദിക്കുക. ഈ 15 നോയമ്പിന്റെ ഈ ദിവസം വരെ നോമ്പ് നിങ്ങൾ നോക്കുന്നില്ല എങ്കിൽ ശേഷിക്കുന്ന സമയം വിശുദ്ധിയോടെ നോമ്പ് നോക്കണമേ എന്നൊരു അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. ദൈവത്തിലും ദൈവവചനത്തിലും സഭയിലും ഒക്കെയുള്ള നമ്മുടെ വിശ്വാസം ഒരു പക്ഷിയെ പോലെ പറന്നു പോകാതെ പാറയെ പോലെ ഉറച്ചതായിരിക്കണം. നോമ്പിന്റെ ഈ കാലങ്ങളിൽ സമാജാംഗങ്ങളായ നാം ഓരോരുത്തരും ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയായി തീരുവാൻ ആഗ്രഹിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം വിശുദ്ധ മാതാവിനെ പറ്റി കേട്ട നല്ല ഗുണങ്ങൾ നമ്മിലും ഉരുവാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ അതിന്റെ 28-ാം വാക്യത്തില് ഗബ്രിയേൽ മാലാഖയുടെ ആഹ്വാനം നാം കാണുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ 42-ാം വാക്യത്തില് എലിശബയുടെ വന്ദനം നാം വായിക്കുന്നുണ്ട്. അതോടൊപ്പം 11-ാം അധ്യായം 27-ാം വാക്യത്തില് കർത്താവ് പ്രസംഗിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീയുടെ പ്രഘോഷണം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ പ്രധാന ഭാഗങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭ അതിനോടുകൂടെ ലാസ്റ്റിൽ ചേർത്തിരിക്കുന്ന ഭാഗമാണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ എന്നുള്ളത്. നമ്മുടെ കൃപ നിറഞ്ഞ മറിയമേ ചൊല്ലാൻ വിമുഖതയുള്ള അനേക മക്കളെ നമുക്ക് കാണാം. അവരോട് ഇത് വേദപുസ്തകത്തിൽ നിന്നെടുത്തുള്ള ഭാഗമാണെന്ന് പറയുവാൻ വേണ്ടി നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഈ വാക്യങ്ങൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. സെന്റ് ലൂക്ക് 1:28, 42, 11:27. അത്രയ്ക്ക് പ്രാധാന്യത്തോടെ മാതാവിന്റെ മധ്യസ്ഥയിൽ നമ്മൾ കിട്ടുന്ന സമയങ്ങളിലൊക്കെ കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കണം. എല്ലാ പുരാതന സഭകളുടെയും ലിറ്റർജിയിൽ പ്രഥമ സ്ഥാനം, അല്ലാതെ എല്ലാ പരിശുദ്ധന്മാർക്കും ഉപരിയായുള്ള ഒരു സ്ഥാനം പരിശുദ്ധ മാതാവിനാണ് നൽകിയിട്ടുള്ളത്. കാരണം പരിശുദ്ധന്മാരുടെ രാജ്ഞിയാണ് നമ്മുടെ പ്രിയ അമ്മ. നമ്മുടെ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് നമുക്കറിയാമല്ലോ, നിന്നെ പ്രസവിച്ച മാതാവിൻ്റെ എന്നുള്ള തുടക്കമാണല്ലോ. അമ്മയിലെ സവിശേഷത നോക്കുമ്പോൾ എന്നെ ഏറെ ആകർഷിച്ച അമ്മയിലെ ഭാവം വിനയം എന്നതാണ്. ദൈവിക ഇച്ഛയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുവാൻ അമ്മയെ അനുവദിച്ചത് അവളിലെ വിനയത്തിന്റെ ഭാവമാണ്. ഒരു വ്യക്തിയെ മഹത്വം അണിയിക്കുന്നത് വിനയമാണ്. ആർജിക്കാൻ പ്രയാസമുള്ളതും എന്നാൽ ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതവുമാണ് വിനയം. ഹൃദയത്തിന് വിശുദ്ധി നൽകുന്നതാണ് വിനയം. വിനയമുള്ള ഒരു ഹൃദയത്തിനായി നമുക്ക് അമ്മയുടെ മധ്യസ്ഥത യാചിക്കാം. അമ്മയെപ്പറ്റി പഠിക്കുവാനായി, ഏറെ പഠിക്കുവാനായി ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയുമോ? പെരുന്നാൾ ദിനങ്ങളിലെ പ്രിമിയോൻ, സെദറ, ലുത്തിനിയകൾ ഒക്കെ ശ്രദ്ധിച്ചാൽ മതി. അതിലുപരിയായി ഒരു പ്രസംഗത്തിന്റെ ആവശ്യകത തന്നെ ഇല്ല. അതിലെ ഏതാനും ചില സൂചനകൾ നിങ്ങളൊപ്പം പങ്കുവെക്കട്ടെ. ഒന്നാമത്, ഒരുവൻ കത്തിജ്വലിച്ചിട്ടും ദഹിച്ചു പോകാതിരിക്കുന്ന മുൾപടർപ്പ് തന്റെ കന്യാത്വത്തെ സൂചിപ്പിക്കുന്നു. 2, നിർമ്മല സ്വർണവും കേടുവരാത്ത തകിടുകളും കൊണ്ടുള്ള നിയമപേടകവുമാണ് പരിശുദ്ധ അമ്മ. 3,
കർത്താവിന് മാത്രമല്ലാതെ തുറക്കപ്പെടാത്ത വാതിലാണമ്മ. 4 പരിശുദ്ധ റൂഹായുടെ മണവാട്ടിയാണ് അമ്മ. ഉദയ നക്ഷത്രം, നീതിയുടെ കണ്ണാടി, ജ്ഞാനത്തിന്റെ സിംഹാസനം ഒക്കെയാണ് അമ്മ. അതിലുപരി പൂർണ്ണ വിശ്വാസത്തോടെ ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഹൃദയത്തിൽ സംഗ്രഹിച്ചോളാണമ്മ. അങ്ങനെ അനവധി കാര്യങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ പ്രമേയോത്സവ വായനകൾ. പ്രിയമുള്ളവരെ, ജീവിതത്തിലുടനീളം കണ്ണുനീർ തൂകി കഷ്ടതകൾ സഹിച്ച അമ്മയോട് കണ്ണുനീരോടെ നമുക്ക് മധ്യസ്ഥത അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കന്യയായ മാതാവേ, എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വന്നുകൂടുന്ന ഉപദ്രവങ്ങളെയും ഈ ലോകസമുദ്രത്തിന്റെ ഓളങ്ങളെയും ചുഴലികളെയും നീ തടയണമേ. മാതാവേ, ദൈവസന്നിധിയിൽ നിനക്കുള്ള ധൈര്യമായ പ്രവേശനം മൂലം ഞങ്ങൾക്ക് കരുണയും പാവമോചനവും, രോഗികൾക്ക് സൗഖ്യവും, ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും, അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും നൽകുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ശൂന്യ പെരുന്നാളിന്റെ സന്തോഷത്തോടെ ആഘോഷിപ്പാൻ പുത്ര റൂഹായാം ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലയളവ് ഒരു വല്ലാത്ത കാലമാണ്. ആകയാൽ നോമ്പ്, ഉപവാസ നമസ്കാരങ്ങളിൽ ജാഗരൂകരായി നമുക്ക് കടന്നു പോകാം. ദൈവത്തെ അന്വേഷിപ്പാനുള്ള കാലമാണിതെന്ന ഓർമ്മയിൽ എന്നും നമ്മുടെ ജീവിതത്തെ പുതുക്കണം. നീതി പ്രവൃത്തികളാലും നന്മ പ്രവൃത്തികളാലും നമുക്ക് നമ്മെ തന്നെ അലങ്കരിക്കാം. ഏവർക്കും നന്ദി. ലവ് യു ഓൾ. ആദ്യം വന്ന തടസ്സം ക്ഷമിക്കണേ. ഒരു 2 കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒന്ന്, ദൈവേഷ്ടമാകിയാൽ ഞങ്ങളുടെ പ്രിയ മകൻ മീഖായുടെ വിവാഹം സെപ്റ്റംബർ 7 നടക്കുകയാണ്, വിക്ടോറിയ എന്ന മകളുമായിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന യാചിക്കുന്നു. നിങ്ങളോടെല്ലാം പേഴ്സണലായിട്ട് വിളിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സാധിക്കാത്തതുകൊണ്ട് ഈ ഒരു അവസരം അതിൽ ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന പഴഞ്ചൊല്ലിനെ മാനിച്ചുകൊണ്ട് MMVSന്റെ ഓൾഡ് സെക്രട്ടറിമാര്, ട്രഷറർമാര് എന്നിവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പ്രയർ ക്രമീകരിച്ച പ്രിയ ഷിനി, ഷീന, പ്രിയ അച്ഛൻ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശോഭയുണ്ടായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവസരം തന്നതിനുള്ള നന്ദി വീണ്ടും സമർപ്പിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു കൊച്ചമ്മ. കൊച്ചമ്മയുടെ നല്ല വാക്കുകൾക്കായിട്ട് നന്ദി പറയുന്നു. വിശുദ്ധിയോടെ നോയമ്പ് നോക്കാൻ നമ്മെ ഒപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. പിന്നെ മാതാവിന്റെ ഇമ്പോർട്ടൻസ്, വിനയത്തിനെ കുറിച്ചൊക്കെ കൊച്ചമ്മ പറഞ്ഞു. അത് നമ്മുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ശ്രമിക്കാം. അടുത്തത് പ്രയർ ബൈ അച്ചമ്മ കോശി. കേൾക്കാമോ? കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ സന്ധ്യാസമയം തിരുവനന്തപുരം അടുത്ത് വരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ദൈവഭാഗ്യവതിയും മാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്ന ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ കൈക്കൊള്ളണമേ എന്ന് കർത്താവേ, ഈ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് അഭയം വഹിക്കുന്നു. ഈ ലോകം മുഴുവൻ വേണ്ടിയും അതിൽ ജീവിക്കുന്ന അനേകായിരം കോടി ജനങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രകൃതി ഭംഗിയുള്ള ഈ ലോകത്തെ അവിടുന്ന് സൃഷ്ടിച്ച് ഞങ്ങൾക്ക് ആക്കി തന്നിരിക്കുന്നുവല്ലോ. അതിനെ സൂക്ഷിപ്പാനും മാലിന്യമില്ലാതെ അതിന്റെ വിശുദ്ധതയെ സൂക്ഷിപ്പാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജ്ഞാനവും വിവേകവും നൽകണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രത്യേകിച്ച് ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. ഈ രാജ്യത്തിലെ ഭരണകർത്താക്കൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അനാഥരോടും അഗതികളോടും ദുഃഖിതരോടും കാരുണ്യപൂർവ്വം വർത്തിക്കാനും ദയാപൂർവം ഇടപെടുവാനും അവിടുത്തെ കൃപയാൽ വേണ്ട ജ്ഞാനവും വിവേകവും ഭരണാധികാരികൾക്ക് നൽകണമേ. എല്ലാ വർഗീയ വിദ്വേഷങ്ങളും ഇല്ലാതാക്കണമേ. രാജ്യത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിപ്പാനും മറ്റുള്ളവരുമായി നിർമ്മല ഹൃദയത്തോടെ വർത്തിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭരണാധികാരികൾക്കും സംഗതിയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ഈ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷനായി പ്രവർത്തിക്കുന്ന സോൾജിയേഴ്സിനും ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ആർമിയിലും നേവിയിലും എയർഫോഴ്സിലും പ്രവർത്തിച്ച് രാജ്യത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ സമയത്ത് നാഥ, ഈ സമയത്ത് യാത്രയിലാകുന്ന മക്കളെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെമ്പാടും കടലിലും കരയിലും വായുവിലും കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ കാത്തു സൂക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ സമയത്ത് ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ സഭയെ നിന്റെ ഭവനത്തിന്റെ കെട്ടുപണിക്കായി ഉപയോഗപ്പെടുത്തണമേ. എല്ലാ സഭകളും നിനക്ക് വേണ്ടിയും നിന്റെ ക്രിസ്തീയ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുള്ള മുഖാന്തരമാക്കി അവയെ തീർക്കുമാറാക്കണമേ. എല്ലാ സഭകളും പരിജ്ഞാനത്തിലും വിവേകത്തിലും അതിന്റെ മക്കളെ പഠിപ്പിക്കാനുള്ള എല്ലാ ജ്ഞാനവും വിവേകവും അവിടുത്തെ ഇടയന്മാർക്ക് അവിടുന്ന് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ക്രിസ്തീയ സ്നേഹത്തിൽ നിന്നും ജനങ്ങളെയും ലോകത്തെയും അകറ്റുന്നതായ എല്ലാ വർഗീയ ചിന്തകളെയും മാറ്റി ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തുന്ന വിശ്വാസവും അതിനെ എല്ലാ ഉദ്യമനങ്ങളെയും ഫലവത്താക്കണമേ. ഇപ്പോൾ നാഥ, ഞങ്ങൾ വിശേഷിച്ച് ഞങ്ങളുടെ സഭയെ പ്രത്യേകമായും തിരുസന്ധിയിൽ ഓർക്കുന്നു. ക്രിസ്തീയ വിശ്വാസം, നീ പഠിപ്പിച്ച വിശ്വാസം മുറുകെ പിടിച്ച് നീ കാണിച്ചു തന്ന മാതൃകയെ പിൻപറ്റി അവയെ സത്യമായി പഠിപ്പിക്കുക. പ്രകാശവും സ്നേഹവും മകനെ വളർത്തി മക്കളെ, സഭയുടെ മക്കളെ വളർത്തണമേ. അതിനുവേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്നവരും ആയ ഇടയന്മാരെ വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ നിന്റെ സന്നിധിയിൽ എപ്പോഴും കൃപയുള്ളതായി നടത്തുവാനും നിന്നിൽ അടിസ്ഥാനപ്പെട്ടവരായി മറ്റുള്ളവരെ നല്ല മാർഗത്തിലേക്ക് നടത്തുവാനും ഓരോരുത്തർക്കും വേണ്ട കൃപ നൽകണമേ. നാഥ, വിശേഷിച്ച് ഞങ്ങളുടെ സഭയിലെ ബാബാ തിരുമേനിക്ക് വേണ്ടിയും മറ്റു തിരുമേനിമാർക്ക് വേണ്ടിയും പട്ടക്കാർക്ക് വേണ്ടിയും ഷമ്മാശന്മാർ, ശുശ്രൂഷക്കാർ എന്നിവയ്ക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, എല്ലാ ആത്മീയ സംഘടനകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമെന്നും സൺഡേ സ്കൂളിനും MMBSനും ഞങ്ങൾ പ്രത്യേകം അപേക്ഷിക്കുന്നു. ഓരോ ആത്മീയ സംഘടനകളും കൃപയോടെ നയിച്ച് ജ്ഞാനവും അറിവും അതിന്റെ ഞങ്ങൾക്ക് അവർക്ക് ഓരോരുത്തർക്കും ധാരാളമായി നൽകുമാറാകണമേ. നാഥ, ഈ സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഭവനത്തിന് വേണ്ടിയും അപേക്ഷിക്കുന്നു. ഓരോ ഭവനവും നിന്റെ ക്രിസ്തീയ കുടുംബമായി വളർന്നു വരുവാനുള്ള കൃപയും ശക്തിയും അവിടുന്ന് ഓരോ നൽകണമേ. ദൈവം തന്നിരിക്കുന്ന ഭവനം നിന്റെ ക്രിസ്തീയ കുടുംബത്തിനായി വളർത്തുന്നതിന് വേണ്ട വിശുദ്ധിയും നിർമ്മലതയും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും നൽകണമേ. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ച് ഒരു ഭവനം പണിയുന്ന നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വിവാഹത്തും ജീവിതത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ചും ത്യജിച്ചും സുഖദുഃഖങ്ങൾ പങ്കുവയ്ക്കും. കുടുംബം ഈ ഭൂമിയിലെ നിന്റെ സ്വർഗീയ ഭവനമായി ഒരു സ്വർഗത്തിന്റെ കർത്താവിന്റെ അനുരൂപമായി കർത്താവിന്റെ ജൂതി ഇവിടെ നിർമ്മിക്കുന്ന ഭവനങ്ങളായി ഓരോ ഭവനങ്ങളും തീരുമാനമാകണമേ. പരിജ്ഞാനത്തോടും വിശുദ്ധിയോടും കുഞ്ഞുങ്ങളെ നേരായി നടത്തുന്നതിന് വേണ്ട ശ്രദ്ധയും കരുതലും മാതാപിതാക്കൾക്ക് ധാരാളമായി നൽകണമേ.
നാഥായി ഈ സമയത്ത് വിശേഷിച്ച് അനാഥരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവരുടെ ഇടയിൽ ഞങ്ങളുടെ സഭയിലും മറ്റെല്ലാ ക്രിസ്തീയ സഭകൾ വഴിയും ചെയ്യപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാ അനാഥാശ്രമങ്ങൾക്കും ആതുരശാലകൾക്കും അവയിൽ വേല ചെയ്യുന്ന നിന്റെ മക്കൾക്കും അവൾക്ക് ധനസഹായം ചെയ്യുന്ന നിന്റെ മക്കൾക്കും കർത്താവെ അവിടുന്ന് വേണ്ട കൃപയും അറിവും ജ്ഞാനവും നൽകണമേ. മാനസികമായി ബലഹീനരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹത്തിലും സത്യത്തിലും വഴി നടത്തുവാൻ അനാഥശാലകളും ആതുരശാലകളും ചെയ്യുന്ന വേലകളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ഈ സമയത്ത് ഞങ്ങൾ രോഗികൾക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നു. കർത്താവെ, രോഗികൾ വിവിധ രോഗങ്ങളാലും എസ്പെഷ്യലി സാധാരണീയ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പലവിധ രോഗികളെ ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. രോഗത്തിന്റെ കാഠിന്യം വരുമ്പോൾ കർത്താവെ, അവർ നിന്നിലേക്ക് തിരിയാനും നീ അവരുടെ ബലഹീനതയിൽ അവരെ ശക്തിപ്പെടുത്തുമാറാകണമേ. ഈ ഇടയിൽ ഓരോരുത്തരും കഴിയുന്ന ഡോക്ടർമാർ, നേഴ്സുമാർ, അവരുടെ പരിചാരകർ എല്ലാവർക്കും വേണ്ട വിനയവും ശ്രദ്ധയും നൽകണമേ. നിന്നെ തൊട്ടവരും നീ തൊട്ടവരുമായ എല്ലാവരും സുഖം പ്രാപിക്കുമല്ലോ. കർത്താവെ, ക്ഷമയോടെ അവരെ ശുശ്രൂഷിപ്പാൻ വേണ്ട ശ്രദ്ധയും കരുതലും നിസ്വാർത്ഥ സേവന മനസ്കതിയും ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും അവിടുന്ന് നൽകുമാറാകണമേ. അവിടുന്നാണ് ഉത്തമ വൈദ്യൻ എന്നുള്ള വിശ്വാസം അവർ രോഗികളിലേക്ക് പകരുവാൻ ഇടയാകണമേ. ഈ സമയത്ത് ഞങ്ങള് ജീവിതത്തിന്റെ ഉന്മേഷവും ശക്തിയും ക്ഷയിച്ച് വാർദ്ധക്യത്തിലിരിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. വിശ്വാസം വിട്ടുപോകാതെ ഏകാന്തതയിൽ കഴിയുന്ന നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ലോകത്തിലെ ഈ ജീവിതം ടെമ്പററി ആണെന്നും ഞങ്ങളുടെ സ്ഥിരമായ പാർപ്പിട ഇവിടെയല്ലെന്ന് ഓർത്ത് എപ്പോഴും ഏകാന്തതയിൽ കഴിയുമ്പോൾ ഇന്ന് ദിവ്യ സാന്നിധ്യം അവരനുഭവിക്കുമാറാകണമേ. എല്ലാ ക്രിസ്തീയ വിദ്വേഷവും എല്ലാവർക്കും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ പുതിയ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കുന്ന ഓരോന്നിന്റെ മക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പുതിയ തീരുമാനങ്ങളും പുതിയ ഡെവലപ്മെന്റ്സും ഉണ്ടാകുമ്പോൾ അതെല്ലാം നിന്റെ സഭയുടെയും ക്രിസ്തീയ ജീവിതത്തിന്റെയും പ്രയോജനത്തിനായി അത് ഉന്നമെടുക്കണമേ. ഓൺലൈൻ ക്ലാസ്സുകളും സൂം, ചാറ്റിംഗ്, വെബ് ഇവയെല്ലാം ഞങ്ങളെ കൂടുതൽ പിന്നിലേക്ക് ആകർഷിക്കുന്നതിന് മാറ്റി തീർക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ദൈവമാതാവിനോടുള്ള ഇതിന്റെ മധ്യസ്ഥ നമസ്കാരത്തിലും ഞങ്ങൾ ഇടപെടുന്ന ഞങ്ങൾ കൂടുതൽ ധ്യാനിച്ച് ആശ്വാസം കൈക്കൊള്ളുന്ന ഈ സമയത്ത് ഇന്ന് ഞങ്ങളെ കൂടുതൽ ശക്തിയുള്ളവരാക്കി തീർക്കണമേ. ഈ സാരാത്രി പല ഭവനങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾ സമാധാനത്തിനായും ശാന്തതയ്ക്കായും തിരുമനസ്സിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങൾ ഇന്ന് കേട്ട സന്ദേശവും ഞങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹപ്രദമാക്കി തീർക്കുമാറാകണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ഞങ്ങളുടെ അരിമനാഥന്റെ നാമത്തിലും ദൈവമാതാവിന്റെ മധ്യസ്ഥതയിലും ദൈവമാതാവിന്റെ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ജീവിപ്പാനും ഞങ്ങൾക്ക് സംഗതിയാകണമേ. എല്ലാം ദൈവമാതാവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു മിസ്സസ് അച്ചാമ്മ കോശി. അടുത്തത് ലിത്തനെയാണ്. ലീന മാത്യു. ലിത്തനെ കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. ദേവമാതാവിനോടുള്ള ലിത്തനിയ പ്രാർത്ഥന എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ഏറ്റു പറയുക. വിശുദ്ധ കന്യകയായ മർത്തുമറിയ മാതാവേ,
കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥയാകുന്ന പരിശുദ്ധയും ശക്തിമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭാവികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലഭിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വിരുദ്ധർ താങ്ങപ്പെടുന്നതിനായി വാക്കൾ പരിപാകതയുള്ളവരായി തീരുന്നതിനായും ഭേദങ്ങൾ കാക്കപ്പെടുന്നതിനാൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെയും പിതാക്കന്മാരുടെയും ദിവ്യന്മാരുടെയും സഹോദരന്മാരുടെയും ഔദ്യാനന്മാരുടെയും കന്യകമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. താങ്ക് യു ലീന മാത്യു. അടുത്ത ബെനഡിക്ഷൻ ബൈ ശങ്കരത്തിൽ അച്ഛൻ. പ്രാർത്ഥിക്കാം. സർവശക്തനും സർവാധിപതിയും ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്നതിനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ ജീവവചനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവ ഞങ്ങളുടെ കാലുകൾക്ക് വെളിച്ചവും ഊടുവഴികൾ പ്രകാശവും വഴികാട്ടിയുമായിരിക്കണമേ. ഞങ്ങൾ കേട്ടതായ നിന്റെ തിരുവചന പ്രകാരം ജീവിക്കാൻ ഞങ്ങളെ എല്ലാവരെയും നിന്റെ പരിശുദ്ധ റൂഹായാൽ സഹായിച്ച് ശക്തീകരിക്കണമേ. പ്രത്യേകിച്ച് വചനം വിതച്ചതായ കൊച്ചനെയും തിരുസന്നതയും ഓർക്കുന്ന ദൈവമേ, കൊടുത്ത നന്മകൾക്കെല്ലാം സ്തോത്രം ചെയ്ത് പ്രത്യേക ഈ പ്രസ്ഥാനത്തിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും തിരുസന്നതയും ഓർക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും കുടുംബമായിട്ടും ആൾ പേരായിട്ടും എല്ലാവരെയും തിരുസന്നതയെ ഓർക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ ഇടവുകളെ തിരുസന്നതയെ ഓർക്കുന്നു. അഭിഷിക്തന്മാരെ ഓർക്കുന്നു. ഞങ്ങളുടെ മെത്രാച്ചനെ ഓർക്കുന്നു. സഭയെ ഓർക്കുന്നു. സഭയുടെ എല്ലാ പരിശുദ്ധ പിതാവിനെയും പിതാക്കന്മാരെയും ഓർക്കുന്നു. ദൈവമേ, ഞങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കേണ്ട മാതാപിതാക്കളെ, ഗുരുക്കന്മാര്, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഓർക്കുന്നു. ദൈവമായ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് കാവലും കോട്ടയായി തീരണമേ. വീണ്ടും ഒരു സന്ധ്യയോടെ ഞങ്ങൾ ഇന്ന് കടന്നുപോയി പ്രഭാതത്തിൽ എഴുന്നേറ്റ് എന്നെ സ്തുതിപ്പാനും പ്രത്യേക നിന്റെ മാതാവിന്റെ മധ്യസ്ഥതയിൽ കൂടുതൽ വർദ്ധിക്കാനും മാതാവിന്റെ വചനങ്ങളിലൂടെ ഞങ്ങൾ ശക്തീകരിക്കുവാനും ഇടയാക്കണം. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിക്കുന്നതും പൂർണ്ണപ്പെടുത്തുമായ പരിശുദ്ധരുടെ സുവാസവും സംബന്ധവും ഞങ്ങളെല്ലാവരോടെയും കൂടിയിരിക്കുന്നവരോടെയും അവരുടെ കുടുംബങ്ങളോടുകൂടി വന്നു ചേരുവാനിടെ ആഗ്രഹിച്ചിട്ട് വരാൻ ഒക്കാതിരുന്നവരുടെ ഇടവുകളുടെ അഭിഷിക്തന്മാരുടെ എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു. Thank you for joining everybody. Good night. Good night. Good night, everyone. Good night.